വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ റുട്ടീൻ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹെയർ വാഷ് ഡേ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീൻ, അല്ലെങ്കിൽ കറൻ്റ്ലി ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു സമ്മർ സീസണിൽ എൻ്റെ ഹെയർ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് ഷൂട്ട് ചെയ്തേക്കാമെന്നുള്ളത് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അറ്റം കുറച്ച് ഡ്രൈ ആവുന്ന പോലെ ഉണ്ട്. സോ അത് മാത്രമേ വലിയ ഇഷ്യൂ ആയിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഹെയർ ഓയിൽ. പ്രോടച്ചിൻ്റെ പ്രോ ഗ്രോത്ത് ഹെയർ ഓയിലാണ്. ഓൾമോസ്റ്റ് കുറേ മാസമായി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്ന് 1 ഇയർ ആവാറായി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ഡിഫറൻസ് വന്നിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. സോ ഞാൻ ഇതാണിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഹെയറിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ മറ്റൊരു ഹെയർ ഓയിലും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇത് ഹെയർ ഫോൾ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്, അതുപോലെ ഹെയർ തിക്ക് ആവുന്നുണ്ട്. എനിക്ക് മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ മുടിയുടെ ഒട്ടും ഉള്ളില്ല എന്നുള്ളതായിരുന്നു. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ പ്രശ്നം കുറച്ചൊന്ന് കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ മുടി കുറച്ചും കൂടി തിക്കായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മെയിൻ കാരണം ഈ ഒരു ഓയിൽ തന്നെയാണ്. ആൻഡ് വീക്ക്ലി വൺസ് ആണ് ഞാൻ നല്ലപോലെ ഇതുപോലെ ഹെയർ ഓയിൽ ചെയ്യാറുള്ളത്. എല്ലാ ദിവസങ്ങളും ഞാൻ ചെറിയ രീതിയിൽ ഹെയർ ഓയിൽ ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത്രയും ഡീപ്പായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ വീക്ക്ലി വൺസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതുപോലെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് ഹെയർ നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ഓയിലൊക്കെ കുറച്ചും കൂടി ഹെയറിൻ്റെ ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഗൈസ്, ഒരു 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഏത് ഹെയർ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത് കാണിച്ചത് കേട്ടോ. ഹെയർ വാഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാമ്പൂവും പിന്നെ ഈ ഒരു ഹെയർ മാസ്കും ആണ് കേട്ടോ. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് നോൺ ഡ്രൈയിങ് ഹെയർ ഷാമ്പൂ ആൻഡ് ഇത് ട്രൈക്കോസ്പിയർ ഡീപ്പ് കണ്ടീഷനിങ് ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. പിൽഗ്രിമിൻ്റെ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ റേഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മോസ്റ്റ്ലി ചില ഷാമ്പൂകൾ മാത്രമാണ് നമ്മുടെ ഹെയറിനെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ഷാമ്പൂ ആണ്. ഹെയർ ഒരുപാട് ഡ്രൈ ഒന്നും ആവത്തില്ല. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, വാങ്ങണോ വേണ്ടതെന്ന് അങ്ങനെ ഡിസൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത യൂസ് ചെയ്യുന്ന ട്രൈക്കോസ്പിയർ ഹെയർ മാസ്ക് ആണ്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് കഴിയാറായി. ഈ ഒരു മാസ്ക് എൻ്റെ മുടിയുടെ ടിപ്പ് മുതൽ റൂട്ട് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മാസ്കിനെ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മുടി ഭയങ്കര ചകിരി പോലെ ആയിട്ടുണ്ട്, സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകും. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടി പോവുക, അങ്ങനത്തെ ഈ കാറ്റൊക്കെ കൂടുതലായിട്ട് കൊള്ളുന്ന സമയത്ത് മുടി പൊട്ടി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളും ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഇങ്ങനത്തെ ഡീപ്പ് കണ്ടീഷനിങ് ഹെയർ മാസ്ക് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ഹെയർ ടെക്സ്ചർ അങ്ങനെ അങ്ങോട്ട് ചേഞ്ച് ആവും. ഹെയർ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് സീഡ് ഹെയർ സിറം ആണ്. ഇതിൽ ഫെനുഗ്രീക്ക് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഹെയർ സിറംസ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ സിറം ആണ് ഈ ഒരു ബ്ലാക്ക് സീഡ് ഹെയർ സിറം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ഇതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഞാൻ മുടി കോമ്പൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കോമ്പ് ചെയ്യാതെ തന്നെ മുടി ഇത്രത്തോളം ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് അതിനുശേഷം കാണിച്ചു തരുന്നത് എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ആണ് കേട്ടോ. ഇത് ഞാൻ വീക്ക്ലി വൺസ് അല്ല ഫോളോ ചെയ്യുന്നത്, ഡെയിലി നൈറ്റ് ഇങ്ങനെ ഒരു സാധനം ഞാൻ ഫോളോ ചെയ്യാം. ഡെയിലി നൈറ്റ് പറ്റിയില്ലെങ്കിലും വീക്ക്ലി ഒരു 5 ദിവസമെങ്കിലും ഇങ്ങനത്തെ സ്റ്റെപ്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ഒരു 2 സ്റ്റെപ്പ് റുട്ടീനാണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന റെഡൻസിൽ അടങ്ങിയിട്ടുള്ള പിൽഗ്രിമിൻ്റെ ഹെയർ സെറമാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഹെയർ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ബേബി ഹെയർസ് വളരുന്നുണ്ട്, ഒട്ടും മുടി വളരുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങളൊരു ആഴ്ച തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കൂ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലപോലെ റിസൾട്ട് കിട്ടി. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ആൽമണ്ട് ഓയിലാണ്. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി പറ്റുകയെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആൽമണ്ട് ഓയിൽ തന്നെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം കുറേ ഫേക്ക് പ്രോഡക്ട്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഈ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിയുടെ അറ്റമൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ എൻ്റെ മുടിക്ക് പണ്ട് മുതൽ തന്നെ ഇതുപോലെ ആൽമണ്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് എടി വെച്ച് ഞാൻ അത് സ്കിപ്പ് ചെയ്തു.
അതിനുശേഷം ഇപ്പോൾ ഇത് റീകണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ മുടിയുടെ ആ ഒരു ഷൈൻ നിങ്ങൾ കാണുന്നില്ലേ, ഇതങ്ങനെ മെയിൻറ്റെയിൻ ആയിക്കോളും. നമുക്ക് മുടി പൊട്ടിപ്പോവുക, അറ്റം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക, അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇതുപോലെ നൈറ്റ് നമ്മുടെ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത്, നമുക്ക് ശരിക്കും എണ്ണ യൂസ് ചെയ്ത പോലെ തോന്നില്ല, സീരിയസ്ലി എണ്ണ യൂസ് ചെയ്ത പോലെ തോന്നുകയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മുടിയിൽ ആ ഒരു മോയ്സ്ചർ എഫക്റ്റ് ഉണ്ടാവും എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് പിന്നി കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.